السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعنت الوجوه للحي القيوم وقد خاب من حمل ظلما وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. وعنت الوجوه للحي القيوم وقد خاب من حمل ظلما ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما. وكذلك أنزلناه قرآنا عربيا وصرفنا فيه من الوعيد لعلهم يتقون أو يحدث لهم ذكرا. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മുടെ സൃഷ്ടാവും നിയന്താവും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവിധം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രമിക്കണേ എല്ലാവരും എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പരിശുദ്ധ ഖുർആൻ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 46-ാമത് ക്ലാസ്സിൽ 111-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. وعنت الوجوه للحي القيوم وقد خاب من حمل ظلما. وعنت الوجوه للحي القيوم وقد خاب من حمل ظلما. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും ആയുള്ളവന് മുഖങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു. വഖദ് ഖാബ മൻ ഹമല ദുൽമാ. അക്രമത്തിന്റെ ഭാരം ചുമന്നവൻ പരാജയമടയുകയും ചെയ്തിരിക്കുന്നു. വഅനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഹയ്യും ഖയ്യൂമുമായ അല്ലാഹുവിന്റെ എല്ലാ വുജൂഹുകളും എല്ലാ മുഖങ്ങളും അനത്ത് കീഴടങ്ങിയിരിക്കുന്നു. വഖദ് ഖാബ പരാജയപ്പെട്ടിരിക്കുന്നു. മൻ ഹമല വഹിച്ചവൻ, ചുമന്നവൻ, മുൽമൻ അക്രമം, അക്രമത്തിന്റെ ഭാരം ചുമന്നവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 111-ാമത്തെ ആയത്തിന്റെ അർത്ഥം. അതിലുള്ള ക്രിയകൾ, ഫെയിലുകൾ പരിശോധിക്കുക. അനത്ത് എന്ന് വന്നിരിക്കുന്നു. താഴ്ന്നു, കീഴ്പ്പെട്ടു, താഴ്മ കാണിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അനാഉലുമുൻ എന്നാണ് ആ പദം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ മാദി, മുളാരി, മസ്ദർ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു പദം ഖാബ എന്നാണ്. പരാജയപ്പെട്ടു, നിരാശനായി എന്നാണ് അതിന്റെ അർത്ഥം. ഖാബ യഖീബു ഖൈബത്ത്. മറ്റൊരു വാക്ക് ഹമല.
ഹമല എന്ന് പറഞ്ഞാൽ ചുമന്നു, പേറി. ഹമല യഹ്മിലു ഹംലൻ, വഹിക്കുക. അപ്പൊ അള്ളാഹുവിന് മുമ്പിൽ മുഖങ്ങൾ താഴ്മ കാണിക്കുന്ന ഒരു അവസ്ഥയെ സംബന്ധിച്ചാണ് അനത്തിൽ വുജൂഹു എന്ന് പറയുന്നത്. എല്ലാം നിയന്ത്രിക്കുന്ന, എല്ലാം നിയന്ത്രിക്കുന്നവരും എന്നെന്നും നിലനിൽക്കുന്നവരുമായ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ മുഖങ്ങളും കീഴടങ്ങുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിശുദ്ധ ഖുർആനിന്റെ ഭാഷാപരമായ വലിയൊരു സൗന്ദര്യവും വലിയ തരത്തിലുള്ള സൂക്ഷ്മതയും വ്യക്തമാക്കുന്ന ഒരു വാക്കാണ് അനത്ത് എന്ന് ഇവിടെ ഉപയോഗിച്ചതും. അതേപോലെ 108-ാമത്തെ ആയത്തിൽ നമ്മൾ കണ്ട ഖശഅത്ത് എന്ന വാക്കും അവിടെയും നമ്മൾ പറഞ്ഞത് കീഴ്പ്പെട്ടു എന്നാണ്. നമസ്കാരത്തില് ഖുശൂ ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ആ വാക്ക് അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഖശഅ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെട്ടു എന്ന് തന്നെയായിരുന്നു. ഇവിടെയും നമ്മൾ പറയുന്നത് അനത്ത് എന്ന വാക്കിന്റെ അർത്ഥം അനത്ത് എന്ന സ്ത്രീലിംഗ രൂപത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കീഴൊതുങ്ങി വിനയാന്വിതനായി എന്ന് തന്നെയാണ് അതിന്റെയും അർത്ഥമായി നമ്മൾ കാണുന്നത്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. 108-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടത് അന്ന് അവർ വിളിക്കുന്നവന് യാതൊരു തരത്തിലുള്ള തെന്നിമാറലുമില്ലാതെ ഒരു വളവുമില്ലാതെ അവർ പിന്തുടരും. പരമകാരുണികനായ അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാ ശബ്ദങ്ങളും താഴ്ന്നു പോകും. ശബ്ദങ്ങൾ താഴ്ന്നു പോകുന്നു എന്നർത്ഥത്തിലാണ് ഖശഅ എന്ന് അവിടെ നമ്മൾ പറഞ്ഞത്. ഫലാ തസ്മഉ ഇല്ലാ ഹംസ, അതിനാൽ വളരെ നേരിയ ശബ്ദമല്ലാതെ പരലോകത്ത് മറ്റൊരു ശബ്ദവും കേൾക്കുകയില്ല എന്നാണല്ലോ നമ്മൾ അതിന് അവിടെ അർത്ഥം പറഞ്ഞത്. ഖുശൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാക്കിന്റെ അടിസ്ഥാനം ആദരവും ഭയവും ഭയഭക്തിയും കലർന്ന തരത്തിലുള്ള വിനയത്തെയാണ്, കീഴൊതുങ്ങലിനെയാണ് ഖുശൂഅൻ എന്ന് പറയുന്നത്. ഇത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ആന്തരികമായ ഒരു അവസ്ഥയാണ് ഖുശൂ എന്ന് പറയുന്നത്. എന്നാൽ അനത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? അനത്ത് എന്ന ഈ ആയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അനത്ത് എന്ന വാക്കിന്റെ അർത്ഥം ഒരു അധികാരിയുടെ മുമ്പിൽ, അയാളുടെ അധികാരത്തിന്റെ മുമ്പിൽ സമ്പൂർണമായി കീഴൊതുങ്ങുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു കീഴൊതുങ്ങൽ പിന്നെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? പൂർണ്ണമായി നിസ്സഹായനാണ്, മറ്റൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു തടവുകാരൻ അവിടെ പോലീസുകാരുടെ മുമ്പിൽ കീഴൊതുങ്ങി എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതേ നിർവാഹമുള്ളൂ. അധികാരിയുടെ മുമ്പിൽ അയാൾ തലകുലിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊന്നും ചെയ്യാൻ നിർവാഹമില്ലാത്ത വിധത്തിലുള്ള ഒരു കീഴൊതുക്കത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഖശഅത്ത് എന്ന വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് അതൊരു നിർബന്ധിതമായ കീഴൊതുങ്ങലല്ല, മറിച്ച് മഹാനായ അള്ളാഹുവിന്റെ മുമ്പിൽ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ഖുശൂഅ് കാണിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമസ്കാരത്തിനൊക്കെ വേണ്ടത്. അങ്ങനെയുള്ള നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു താഴ്മയാണ് ഖുശൂഅ് എന്ന് പറയുന്നത്. ഇവിടെ അന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. അങ്ങനെയുള്ള ഒരു കീഴൊതുങ്ങലല്ല ഇവിടെ. മറ്റൊരു വഴിയുമില്ല. അക്രമികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ അവരുടെ നിർബന്ധമായും വഴിപ്പെടേണ്ടി വരികയാണ്. ഹൃദയത്തിൽ നിന്ന് വരുന്ന ഭക്തിയേക്കാൾ ഉപരി ഒരു ശക്തിക്ക് മുമ്പിൽ നിർബന്ധിതമായി വഴങ്ങുന്നതിനെയാണ് അനത്ത് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ 108-ൽ
കീഴ്പ്പെട്ടു എന്ന് ഉപയോഗിച്ച വാക്കും 111 ഇവിടെ കീഴ്പ്പെട്ടു എന്ന് ഉപയോഗിച്ച വാക്കും തമ്മിലുള്ള അതിന്റെ എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു ഈ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. എന്താണ് ഇവിടെ കീഴൊതുങ്ങിയിരിക്കുന്നത്? അൽ വുജൂഹ്, മുഖങ്ങൾ കീഴൊതുങ്ങിയിരിക്കുകയാണ്. നേരത്തെ ശബ്ദം കീഴൊതുങ്ങി എന്ന് പറഞ്ഞത് ആ ശബ്ദങ്ങൾ തനിച്ച് അതിന് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ അത് ശബ്ദം പൊക്കുന്നില്ല, പൊങ്ങാൻ ആ ശബ്ദത്തിന് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കീഴൊതുങ്ങലിനെയാണ് അവിടെ സൂചിപ്പിച്ചത്. എന്നാൽ ഇവിടെ കുറ്റവാളികളുടെ മുഖങ്ങൾ ഉയർത്താൻ സാധിക്കാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമ്പോ അത് കീഴൊതുങ്ങുകയാണ്, വിനയം കാണിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. നോട്ട്സ് അയച്ചു തരുമ്പോ അവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും വെറുതെ ഉപയോഗിക്കല്ല, അത് വളരെ കൃത്യമായിട്ടാണ് ആ വാക്കുകൾ ഓരോന്നും ഉപയോഗിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. ഇവിടെ മുഖങ്ങളാണ് കീഴൊതുങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. മുഖം കീഴൊതുങ്ങി എന്ന് പറയുമ്പോ ആ മുഖമാണല്ലോ നമ്മൾ സുജൂദിൽ പ്രധാനമായും നിരത്തി വെക്കാറുള്ളത്. വിനയത്തിന്റെ ഏറ്റവും വലിയ പാരമ്യമായ ഒരു അവസ്ഥയാണ്. മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും ആദരണീയമായ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗം ഏതാ? മുഖമാണ്, അല്ലേ? അവന്റെ ഒരു വ്യക്തിക്ക് അവന്റെ തനിമ, അവൻ ആരാണ് എന്ന്, അവന്റെ ഒരു വ്യതിരിക്തത ഒക്കെ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ സാധിക്കുന്നത് അവന്റെ മുഖത്തിലൂടെയാണ്. അല്ലെങ്കിൽ ഒരു മുഖം കാണുന്നതിലൂടെ ആ മുഖത്തിലുണ്ടാകുന്ന ഭാവപകർച്ചകളിലൂടെയൊക്കെയാണ്. അപ്പൊ മനുഷ്യന് അവന്റെ മുഖം എപ്പോഴും അവൻ സംരക്ഷിക്കുന്നവനാണ്. മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള പൊടിയോ മണ്ണോ ഒക്കെ പുരണ്ടാൽ നമ്മൾ ആ മണ്ണും പൊടിയുമൊക്കെ നീക്കിക്കളയുന്നത് നമ്മുടെ ശരീരത്തിലെ തന്നെ മറ്റൊരു അവയവമായ നമ്മുടെ കൈകൾ കൊണ്ടാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ നിങ്ങൾ, മുഖത്തുള്ള പൊടി മാറ്റാൻ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കൈകളാണ്, ശരീരത്തിലെ തന്നെ മറ്റൊരു അവയവമാണ്. അതെന്തുകൊണ്ടാ? മുഖം എന്നത് അതിലെ വലിയൊരു ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ മുഖത്തുള്ള അഴുക്കിനെ കൈയിലേക്ക് മാറ്റുക മാത്രമാണല്ലോ കൈകൊണ്ട് മുഖം തുടയ്ക്കുമ്പോൾ ചെയ്യുന്നത്. എന്നിട്ടും ഒരാൾ എന്തുകൊണ്ടാണ് തന്റെ കൈകൊണ്ട് മുഖം തുടയ്ക്കുന്നത്? ആ മുഖമാണ് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ള നിലക്കാണ് അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരാളുടെ നമസ്കാരത്തിലെ സുജൂദ് അള്ളാഹുവിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഖുശൂഇന്റെയും ഖുനൂഇന്റെയും അദ്ദില്ലത്തിന്റെയും ഒക്കെ, അഥവാ ഭയഭക്തിയുടെയും വിനയത്തിന്റെയും കീഴ്വണക്കത്തിന്റെയും ഒക്കെ ഏറ്റവും വലിയ അടയാളമായി സുജൂദ് മാറുന്നത് എന്തുകൊണ്ടാണ്? കാരണം അവൻ സുജൂദിൽ വെക്കുന്നത് അവന്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മുഖമാണ് എന്നതുകൊണ്ടാണ് അത് പ്രത്യേകമായി മാറുന്നത്. ഇവിടെ വഅനത്തിൽ വുജൂഹ്, മുഖങ്ങൾ കീഴൊതുങ്ങുന്നു എന്ന് പറയുന്നത്, ആ മുഖം മനുഷ്യൻ ആരുടെ മുമ്പിലാണ് വിനയത്തോടുകൂടി കീഴൊതുക്കേണ്ടത്? ആരുടെ മുമ്പിലാണ് അവൻ വിനയത്തോടുകൂടി അവന്റെ മുഖം നിലത്ത് വെക്കേണ്ടത്? അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രം. കാരണം അള്ളാഹുവാണ് അവന്റെ മുഖം സംരക്ഷിക്കുന്നത്, അള്ളാഹുവാണ് അവന്റെ മുഖത്തിന് ഈ രൂപം നൽകിയത്, അള്ളാഹുവിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് തന്നെ അവന്റെ മുഖം അവൻ സമർപ്പിക്കേണ്ടത്, നിലത്ത് വെക്കേണ്ടത്. ഒരു കവി പാടിയതുപോലെ ഒരാൾക്ക് വേണ്ടി നീ സുജൂദ് ചെയ്യുക, എന്നാൽ ആയിരക്കണക്കിന് സുജൂദുകളിൽ നിന്ന് അതിൽ നിനക്ക് രക്ഷയുണ്ട്. ആയിരക്കണക്കിനായ ആളുകളുടെ മുമ്പിൽ നീ കീഴൊതുങ്ങേണ്ടി വരുന്നതിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുന്നത് ഒരാളുടെ മുമ്പിൽ നീ കീഴൊതുങ്ങുന്നത് കൊണ്ടാണ്. ഒരാളുടെ മുമ്പിൽ നീ കീഴൊതുങ്ങിയാൽ നീ യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകളുടെ മുമ്പിൽ അകാരണമായി കീഴൊതുങ്ങുന്നതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനും അഭിമാനത്തോടുകൂടെ നിനക്ക് ഉയർന്നു നിൽക്കാനും ഒക്കെ സാധിക്കും. അതിനാണ്
നീ ഒരു രക്ഷിതാവിന്റെ മുമ്പിൽ നീ കീഴൊതുങ്ങുന്നത്. അപ്പൊ ഒരേ ഒരുവന് വേണ്ടി സുജൂദ് ചെയ്യുക. അങ്ങനെയാകുമ്പോ മറ്റെല്ലാവർക്കും സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് അത് നിന്നെ തടയുന്നതാണ്. വേറൊരാളുടെ മുന്നിൽ ചെന്ന് കാൽക്കൽ ചെന്ന് നീ സുജൂദ് ചെയ്യില്ല. കാരണം ജഗനിയന്താവായ പടച്ച റബ്ബിന് സുജൂദ് ചെയ്യുന്നവനാണ് എന്ന അടിസ്ഥാനത്തിൽ മറ്റാരാളുടെ മുമ്പിലും നിന്റെ മുഖം നീ കുനിക്കാൻ, നിന്റെ മുഖം വെക്കാൻ നീ ഒരിക്കലും ഒരുമ്പെടുകയില്ല എന്നാണ് ആ കവി അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ പരലോകത്തിൽ ചെല്ലുമ്പോ എന്തായിരുന്നാലും പടച്ചവന്റെ മുമ്പിൽ മുഖം നിലത്ത് വെക്കാത്ത ആളുകളും കുനിക്കാത്ത ആളുകളും അഹങ്കാരത്തോടുകൂടി ജീവിച്ച ആളുകളുമൊക്കെ അവിടെ മുഖം കുനിക്കേണ്ടതായിട്ട് വരും. അവരുടെ അള്ളാഹിന്റെ മുമ്പിൽ അവരുടെ മുഖങ്ങൾ കീഴ്പ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നാണ് സൂചിപ്പിക്കുന്നത്. ലിൽ ഹയ്യിൽ ഖയ്യൂം, അൽ ഹയ്യായ അൽ ഖയ്യൂമായ അള്ളാഹുവിന്. ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അൽ ഖയ്യൂം എന്ന് പറഞ്ഞാൽ സ്വയം നിലനിൽക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പോ അവസാനമില്ലാതെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന സജീവമായുള്ള അള്ളാഹുവിന്റെ മുമ്പിലാണ് നീ നിന്റെ മുഖം വെക്കുന്നത്. അതേപോലെ അന്യാശ്രയം കൂടാതെ സ്വയംഭൂവായി നിലകൊള്ളുകയും സർവ്വതിനെയും നിയന്ത്രിച്ചു പോരുകയും ചെയ്യുന്ന നിയന്താവായ അൽ ഖയ്യൂമാണ് അള്ളാഹു എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട 2 പേരുകളാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ആ ഹയ്യുൽ ഖയ്യൂമാണ് അള്ളാഹു. ഇവിടെ മനുഷ്യന്റെ മുമ്പിൽ അവന്റെ രാവിലെയും വൈകുന്നേരവും അവന്റെ ഉറക്കിലും ഉണർവിലും ഒക്കെ അള്ളാഹു അൽ ഹയ്യുൽ ഖയ്യൂമാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പരലോകത്ത് ചെന്നാലും അള്ളാഹു അൽ ഹയ്യുൽ ഖയ്യൂം തന്നെയാണ്. അതുകൊണ്ടാണ് പരലോകത്ത് എത്തിച്ചേരുന്ന കുറ്റവാളികളെ സംബന്ധിച്ച് പറയുമ്പോ, അഹങ്കാരികളെ സംബന്ധിച്ച് പറയുമ്പോ, ആളുകളുടെ മുമ്പിലൊക്കെ ആ തലകുനിക്കാതെ ഒരു പക്ഷെ ഇവിടെ ജീവിച്ച ആളുകൾ ആരായിരുന്നാലും തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ നിർബന്ധിതാവസ്ഥയിൽ അവർ മുഖം കുനിക്കേണ്ടതായിട്ട് വരും എന്നാണ്. പക്ഷെ ഇവിടെ ആരാണ് മുഖം കുനിക്കുന്നത് എന്ന് പറഞ്ഞു. വക്കത് അക്രമം ചുമന്നവൻ ഖാബ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന. അപ്പൊ അക്രമം ചുമന്ന ആളുകളാണ് പടച്ചവന്റെ മുമ്പിൽ ഇങ്ങനെ അവരുടെ മുഖം കുനിക്കേണ്ടതായിട്ട് വരുന്നത്. അവർക്ക് മുഖം ഉയർത്താൻ സാധിക്കാത്തൊരവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. എന്താണ് അക്രമം എന്ന് പറഞ്ഞാൽ? അടിസ്ഥാനപരമായി അക്രമം എന്ന് പറയുന്നത് നമുക്ക് അവകാശമില്ലാത്ത ഒരു നന്മയെടുത്ത് സ്വന്തം നേട്ടത്തിന് ഉപയോഗിച്ചു വേറൊരാളുടെ ഒരു നന്മ, നമ്മുടേതല്ലാത്ത നമുക്ക് അവകാശപ്പെടാത്ത ഒരു കാര്യം അത് നമ്മുടേതായിട്ട് നമ്മുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് അക്രമം എന്ന് പറയാം. പ്രത്യക്ഷത്തിൽ എന്തോ ഒരു നേട്ടം ലഭിച്ചതായി നമുക്ക് തോന്നും. വേറൊരാളുടെ അവകാശങ്ങൾ നമ്മൾ എടുത്തുപയോഗിക്കുമ്പോൾ എന്തോ ചില നേട്ടങ്ങൾ അതുകൊണ്ടൊക്കെ ഇവിടെ ഉണ്ടായതായിട്ട് തോന്നാമെങ്കിലും അത് പരലോകത്ത് വലിയൊരു പാപത്തിന്റെ ഭാരമായിട്ടാണ് അവിടെ വരുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ ഉറപ്പെടുത്തുന്നത്. ഹമല ദുൽമൻ, അക്രമം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് പാപഭാരത്തിന്റെ ഭാരം, പാപഭാരമാകുന്ന ആ ഒരു വലിയ ഒരു അക്രമമാണ് അയാൾ ചെയ്തിരിക്കുന്നത് എന്നാണ്. അപ്പൊ ഇവിടെ അന്ന് പരാജയപ്പെടുന്ന ആളുകൾ പാപങ്ങൾ ഏറ്റെടുത്ത പാപങ്ങളുമായി നടക്കുന്ന ആളുകളാണ് എന്ന്. ലുൽമൻ ഖുർആൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖുല്ലുൽമ ഫഇന്നല്ലുൽമ ളുലുമാത്തുൻ യൗമൽ ഖിയാമ. നിങ്ങൾ അക്രമങ്ങളെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങളുടേതല്ലാത്ത, നിങ്ങൾക്ക് അവകാശപ്പെടാത്ത കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുമ്പോ, അനർഹമായ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. പരലോകത്ത് അതൊക്കെ കടുത്ത ഇരുട്ടുകളായിരിക്കും. ളുലുമാത്തുൻ യൗമൽ ഖിയാമ, പരലോകത്തിലെ ഇരുട്ടുകളാണ് ഓരോ അക്രമവും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്. മുൽമന് ചില മർത്തബകളുണ്ട്, ചില ദറജകളൊക്കെ ഉണ്ട്. അതെന്താണ്? അതിന്റെ ഏറ്റവും താഴ്ന്ന തലം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണെങ്കിൽ പോലും
അവകാശമില്ലാത്ത ഒരു സംഗതിയാണെങ്കിൽ അത് എടുക്കുന്നതിന് മുൻപ് എന്ന് പറയാം. അടക്ക കട്ടവനും കള്ളൻ എന്ന് പറയാറുണ്ടല്ലോ. അതേപോലെ വളരെ നിസ്സാരമായ ഒരു സംഗതിയാണ്, പക്ഷെ അത് നമുക്ക് അവകാശപ്പെട്ടതല്ല എങ്കിൽ അത് നമ്മൾ എടുക്കുന്നത് അത് ദുൽമാണ്. മറ്റൊരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തിക്കൊണ്ട് അവരോട് അനീതി കാണിക്കുന്നത് അത് ദുൽമ് തന്നെയാണ്. ആ ദുൽമിന്റെ ഏറ്റവും ഉയർന്ന തലം ഖുർആൻ പ്രത്യേകം നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്കാണ് ദുൽമിൽ വെച്ച് ഏറ്റവും വമ്പിച്ചത്. ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത് ശിർക്കാണ്. കാരണം അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ആരാധനയെ അത് മറ്റൊരാൾക്ക് വേണ്ടി നൽകുന്നതാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇബാദത്ത്, ദുആ എന്നൊക്കെ പറയുന്നത്. ഈ ഇബാദത്ത് അല്ലെങ്കിൽ ദുആ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി വകവെച്ച് കൊടുക്കുമ്പോ അത് വലിയ അക്രമമായി തീരുന്നു. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. പങ്ക് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത് അല്ലാത്തതൊക്കെ അള്ളാഹു കൊടുത്തേക്കാം, പക്ഷെ ശിർക്ക് പൊറുക്കുകയില്ല എന്ന് വളരെ കടുത്ത രീതിയിൽ അള്ളാഹു പറയാനുണ്ടായ കാരണവും അത് തന്നെയാകും എന്ന് മനസ്സിലാക്കുക. അത്രയാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പരലോകത്ത് വരുമ്പോ കുറ്റവാളികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഒരാൾക്ക് മുമ്പിലും തലകുനിക്കാതെ അഹങ്കാരത്തോടുകൂടി നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിചാരിച്ചാലും പരലോകത്ത് ചെല്ലുമ്പോ നിർബന്ധിതമായ അവസ്ഥയിൽ പടച്ച റബ്ബിന്റെ മുമ്പ് അഥവാ അൽ ഹയ്യ് അൽ ഖയ്യൂമായ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ മുഖം കുനിക്കേണ്ടതായിട്ട് വരും. മാത്രല്ല ഇവിടെ പാപത്തിന്റെ ഭാരങ്ങൾ ഏറ്റെടുത്ത് ചുമന്നു നടത്തുന്ന ആളുകളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരാജയമാണ് പരലോകത്ത് ഏറ്റെടുക്കേണ്ടി വരിക എന്നും കൂടെ സൂചിപ്പിക്കുന്നു. നമ്മൾ 112-ാമത്തെ ആയത്തിലേക്ക് പോകുന്നു. ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما. അതിനൊരു മറുവശം പറയാണ് നമ്മൾ പറഞ്ഞതിനെ കേട്ടോ. ആരെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങളിൽ വല്ലതും പ്രവർത്തിക്കുന്ന പക്ഷം അവൻ അക്രമത്തെയോ അനീതിയെയോ ഭയപ്പെടേണ്ടി വരില്ല. മിനസ്വാലിഹാത്തി, സൽക്കർമ്മങ്ങളിൽ നിന്ന് വല്ലതും, മിനസ്വാലിഹാത്തി ആരെങ്കിലും പ്രവർത്തിച്ചാൽ വഹുവ മുഅ്മിനുൻ, അവൻ വിശ്വാസിയായിക്കൊണ്ട് പ്രവർത്തിച്ചു. ഫലാ യഖാഫു, അവൻ ഭയപ്പെടേണ്ടത് വരില്ല. ളുൽമൻ, അക്രമത്തെയോ, വലാ ഹളമൻ, അനീതിയെയോ. അപ്പൊ പരലോകത്ത് ആക്രമിക്കപ്പെടുമെന്ന് വിചാരിക്കേണ്ട, പരലോകത്ത് അനീതി നേരിടേണ്ടി വരുമെന്നും വിചാരിക്കേണ്ടതില്ല. ആർക്ക്? മുഅ്മിനായിക്കൊണ്ട് സ്വാലിഹാത്തുകളിൽ നിന്ന് വല്ലതും ചെയ്തവർ. സ്വാലിഹാത്തുകൾ ചെയ്തു എന്നല്ല പറഞ്ഞത്, നിങ്ങൾ നോക്കണം. സ്വാലിഹാത്തുകളിൽ നിന്ന് വല്ലതും ചെയ്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കൊണ്ട് എല്ലാ സ്വാലിഹത്തും ചെയ്യാൻ സാധിക്കോ? ഇല്ല. കുറെയൊക്കെ ചെയ്യാൻ സാധിക്കും. കുറെ ആളുകൾ സ്വാലിഹാത്തുകൾ ചെയ്യുമ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ എല്ലാം ഉൾക്കൊള്ളും. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതുപോലെ എല്ലാ സ്വാലിഹത്തുകളും വരും. ഓരോരുത്തർക്കും സാധ്യമാകുന്ന വിധത്തിലുള്ള നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ് ആവശ്യമുള്ളത്. പക്ഷെ അത് മുഅ്മിനായിക്കൊണ്ടാണ്. നിങ്ങൾ ഏത് സ്വാലിഹത്തായിട്ടുള്ള ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അതൊക്കെ മുഅ്മിനായിക്കൊണ്ട് ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ളുൽമും ഉണ്ടാവില്ല, ഹൾമും ഉണ്ടാവില്ല. ആ രണ്ട് വാക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ. ളുൽമുൻ ഹൾമുൻ ഇവിടെ കൊടുത്തത് അക്രമവും അനീതിയും എന്നാണ്. എന്താണ് അതുകൊണ്ട് കൃത്യമായി വിവക്ഷിക്കുന്നത് എന്ന് നമുക്ക് വിശദീകരണത്തിലേക്ക് വന്ന് അവിടെ നോക്കാം. അതിനിടയ്ക്ക് അതിനുള്ള വാക്കുകൾ യഅമലു അറിയാം, അമില യഅമലു അമലൻ പ്രവർത്തിക്കും, യഖാഫു ഖാഫ യഖാഫു ഖൗഫുൻ ഭയപ്പെടുക എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. അപ്പോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള കൃത്യമായ ഒരു ഉറപ്പ് അവർക്ക് ഈ ഇവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുമ്പോ ലഭ്യമാകുന്ന സംഗതി എന്ന് പറയുന്നത് അവർ ആക്രമിക്കപ്പെടുകയില്ല, അതേപോലെ അവരോട് അനീതി ചെയ്യപ്പെടുകയില്ല എന്ന് പറയുന്ന ഒരായത്താണ്. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിന്റെ
കൃത്യമായ ഒരു അതിനുള്ള ഒരു മറുപടി എന്നോണം വിശ്വാസികളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമായിട്ടാണ് ഇതിൽ നമ്മൾ കാണുന്നത്. അപ്പൊ എന്താണ് നുൽമുൻ ഹൽമുൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞത്? നുൽമുണ്ടാവില്ല എന്ന് പറഞ്ഞാല്, നേരത്തെ നുൽമു എന്ന് പറഞ്ഞാല് വേറൊരാളുടെ അവകാശം നമ്മൾ നമ്മുടെ സ്വന്തമാക്കുക എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇവിടെ പരലോകത്ത് നുൽമു ചെയ്യില്ല, നുൽമു അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തി നമ്മളെ ശിക്ഷിക്കൂല. കുറ്റത്തിന്റെ തോതിൽ കുറ്റത്തെക്കാൾ വലിയ ശിക്ഷ നൽകി അള്ളാഹു ഒരാളോടും അക്രമം ചെയ്യൂല. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ നുൽമും ഈ നുൽമും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കണ്ടില്ലേ? എന്താണ്? ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ അള്ളാഹു ഒരാളെ ശിക്ഷിക്കൂല. കുറ്റം ചെയ്തതിനേക്കാൾ, അതിന്റെ ശക്തിയേക്കാൾ 10 മടങ്ങ്, അതിനേക്കാൾ കൂടുതൽ ശിക്ഷ ചുമത്തിക്കൊണ്ട് അള്ളാഹു ആ കുറ്റത്തിന് അത് ഏതാണോ അതിൽ വിധിക്കപ്പെടുന്ന ശിക്ഷ അങ്ങനൊന്നും ഉണ്ടാവില്ല. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹൽമു എന്ന് പറഞ്ഞാൽ എന്താണ്? കേൾക്കണേ. ചെയ്ത നന്മക്ക് പ്രതിഫലം നൽകാതെ പ്രതിഫലത്തിൽ കുറവ് നൽകൂല. ചെയ്ത നന്മക്ക് പ്രതിഫലം നൽകാതെ അല്ലെങ്കിൽ പ്രതിഫലത്തിൽ കുറവ് വരുത്തിയോ ഒരാളോടും അള്ളാഹു അനീതി പ്രവർത്തിക്കുകയില്ല. ഇതാണ് അക്രമവും അനീതിയും ഭയപ്പെടേണ്ടയില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഒന്നും കൂടെ മനസ്സിലാക്കിയാൽ ഈ 2 വാക്കുകൾ മൻ വലാ ഹൽമൻ എന്ന് പറയുമ്പോ വളരെ ചിന്തനീയമായ 2 പദങ്ങളാണ് എന്ന് നമുക്ക് കണ്ടെത്താം. നുൽമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തി സൃഷ്ടിക്കൂല, കുറ്റത്തിന്റെ തോതിൽ കവിഞ്ഞ ശിക്ഷ അള്ളാഹു നൽകുകയില്ല, അങ്ങനെ ഒരു അക്രമം ഉണ്ടാവില്ല. ഹൽമൻ എന്ന് പറഞ്ഞാല് ഒരാള് കുറെ നന്മ ചെയ്തിട്ടുണ്ട്, ആ നന്മക്ക് പ്രതിഫലം നൽകുമ്പോ കുറഞ്ഞു പോവില്ല. ഒരാൾക്ക് ചെയ്ത നന്മക്ക് പ്രതിഫലം തീരെ നൽകാതിരിക്കുകയും ഉണ്ടാവില്ല. അതാണ് ഹൽമുൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട സംഗതികളാണ്. അപ്പോ അള്ളാഹു വിശ്വാസികൾക്ക് നൽകുന്ന ഒരു ഉറപ്പ്, സമാധാനം, അള്ളാഹു നൽകുന്ന 2 വളരെ കൃത്യമായ ഉറപ്പുകളാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെടൂലട്ടങ്ങള്, അതേപോലെ നിങ്ങൾ ചെയ്ത നന്മയുടെ പ്രതിഫലം ഒട്ടും അള്ളാഹു കുറയ്ക്കുകയും ചെയ്യില്ല എന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ മറ്റായത്തുകളിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ അണുമണി തൂക്കമാണ് നന്മ ചെയ്തതെങ്കിലും അത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുമെന്ന് സൂചിപ്പിച്ചത്. പിന്നെ നമ്മൾ പറഞ്ഞു മിനസ്സാലിഹാത്ത് എന്ന് പറഞ്ഞു. സൽക്കർമ്മങ്ങൾ എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നമുക്കോ മറ്റുള്ളവർക്കോ ഒക്കെ നന്മ തിരികെ ലഭിക്കുന്ന പ്രവൃത്തികളാണ്. നമ്മളൊരു നന്മ ചെയ്താൽ അത് ഏതെങ്കിലും നിലക്ക് അത് സമൂഹത്തിൽ പലർക്കും ഉപകാരപ്പെടും. അതാണ് സ്വാലിഹത്തുകൾ എന്ന് പറയുമ്പോൾ. ഒരു സൽക്കർമ്മം ചെയ്യുമ്പോൾ ഏറ്റവും അതിൽ നമ്മൾ പാലിക്കേണ്ട ഏറ്റവും കുറഞ്ഞ ഈമാൻ എന്ന് പറയുന്നത് ആ നന്മയെ അതേപടി നിലനിർത്തുക എന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാല്, ആളുകളൊക്കെ വെള്ളം കുടിക്കുന്ന ഒരു കിണറിന്റെ അടുത്തിലൂടെ നമ്മൾ നടന്നു പോകുന്നു. ആ കിണറിന് ആൾമറയൊന്നും കെട്ടിയിട്ടില്ല, അവിടെ വൃത്തിയായിട്ടൊന്നും സൂക്ഷിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോ ആ കിണറില് അത് അങ്ങനെ തന്നെ നിലനിർത്തുന്നില്ല. നമ്മൾ അതിന് ആൾമറ കെട്ടാനൊന്നും നോക്കുന്നില്ല. അത് നല്ല ഒരു കയറും ബക്കറ്റും ഒന്നും നമ്മൾ അവിടെ അറേഞ്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ പരിസരം നമ്മൾ വൃത്തിയാക്കുന്നില്ല. എങ്കിൽ തന്നെയും ആ കിണർ മലിനമാക്കാതെ അത് അങ്ങനെ തന്നെ അത് മൂടിക്കളയാതെ ആ വെള്ളം നശിപ്പിക്കാതെ അത് അങ്ങനെ തന്നെ നിലനിർത്തുക എന്നുള്ളത് ഒരു സാലിഹത്താണ്. അതിന്റെ കൂടെ ഈ പറഞ്ഞ പ്രവർത്തികൾ ഓരോന്നും ചെയ്യുമ്പോ ആ നന്മയുടെ അതിന്റെ വിസ്തൃതി അതിന്റെ വിശാലമാകുകയും ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു നന്മയെ സൽക്കർമ്മത്തെ മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കിണറിന് ചുറ്റും ഒരു മതിൽ കെട്ടാം, അവിടെ ഒരു ബക്കറ്റും കയറും ഒക്കെ വെച്ചു കൊടുക്കാം, അതിന്റെ പരിസരമൊക്കെ വൃത്തിയാക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതൊരു ആ നന്മയുടെ വിവിധ അതിന്റെ വിസ്തൃതമാക്കുന്ന രൂപത്തിലേക്ക് കടന്നു. എന്നാൽ ഒരാള് ആ കിണർ മൂടിക്കളയുന്നു, ആ വെള്ളം നശിപ്പിച്ചു കളയുന്നു എന്നൊക്കെ ചെയ്യുമ്പോ, അല്ലെങ്കിൽ വെള്ളം മലിനമാക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതാണ് ഏറ്റവും വലിയ അക്രമം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അല്ലാഹു അങ്ങനെയാണ് സ്വാലിഹത്തുകളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇത് നമ്മൾ പറഞ്ഞത്
മിനസ്സാലിഹാത്ത് എന്നാണ്. സൽക്കർമ്മങ്ങളിൽ നിന്ന് വല്ലതും ചെയ്യുക. ഇതിന്റെ നമ്മൾ അവസാനിപ്പിക്കും കേട്ടോ. മിനസ്സാലിഹാത്ത് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളിൽ നിന്ന് വല്ലതും ചെയ്യാൻ. അവ മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്ത സൽക്കർമ്മങ്ങൾ ഉണ്ടാകും. അതിന്റെ പേരിൽ നിർബന്ധിക്കുന്നില്ല. പടച്ചോന്റെ കാരുണ്യം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് സൽക്കർമ്മങ്ങളുടെ ഓരോ ഭാഗം ചെയ്യാന്നാണ്. ഒരു വീട്ടുകാർക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും, വേറൊരു വീട്ടുകാർക്ക് വേറെ വല്ല നന്മകളും ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഓരോരുത്തരും ഓരോ വ്യക്തികൾക്കും പലതരത്തിലുള്ള നന്മകളാണ് ചെയ്യാൻ സാധിക്കുക. അപ്പൊ എല്ലാരും കൂടെ പലതരത്തിലുള്ള നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ പൂർണ്ണമായ ആ രൂപത്തിലേക്ക് വരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണമായ സ്വഭാവങ്ങൾ സ്വാംശീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സമുദായത്തിലെ ഓരോ വ്യക്തിയും ഓരോ വ്യക്തിക്കും ഓരോ നന്മയുടെ അംശമുണ്ട്. നമ്മളിൽ ഓരോരുത്തരും വ്യത്യസ്തമായ നന്മകളുണ്ട്. ഈ അംശങ്ങളെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിന്റെ പൂർണ്ണത വരുന്നത്. അങ്ങനെ ഒരാള് ഏതെങ്കിലും തരത്തിലുള്ള നന്മകളിൽ മുഴുകിയെങ്കിൽ മാത്രമേ അയാൾ വിശ്വാസിയാകുന്നുള്ളൂ. വിശ്വാസത്തോടുകൂടി മാത്രം ആണ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്വാലിഹാത്തുകൾ എന്ന് പറയുന്നത്. ആ സ്വാലിഹാത്തുകൾ അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിന്റെ മഹ്ശറയിൽ എത്തുമ്പോൾ, നേരത്തെ നമ്മൾ മഹ്ശറയുടെ വിശദാംശങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു പോയി, അവിടെ ഈ തല ഉയർത്തി നിൽക്കാനുള്ള ഒരു സാഹചര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയുള്ളൂ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇതിന്റെ നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. ളുൽമും ഹളമും നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് സംബന്ധിച്ച് ഇപ്പോ ഇവിടെ അനീതി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പ്രതിഫലം കുറയില്ല എന്ന് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ എന്തിനാണ് വീണ്ടും അള്ളാഹു ഹലമുണ്ടാവില്ല, കുറവ് വരുത്തുകയില്ല എന്ന് പ്രത്യേകം പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന് മറുപടിയായിട്ട് അവർ പറയുന്നത്, ചിലപ്പോ പ്രതിഫലം പൂർണ്ണമായി ഇല്ലാതാക്കപ്പെട്ടേക്കാം. ചിലപ്പോ നമുക്ക് പൂർണ്ണമായി പ്രതിഫലം കിട്ടും. ഒരു കാര്യം ചെയ്തിട്ട് പൂർണ്ണമായി പ്രതിഫലം ഈ ലോകത്ത് വെച്ച് ലഭ്യമാകാത്ത ഒരുപാട് അവസ്ഥകൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോ കുറഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ അത് രണ്ടും തന്നെ പരലോകത്ത് എത്തിച്ചേരുമ്പോ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്ത ആ നന്മക്ക്, സൽക്കർമ്മത്തിന് അങ്ങനെ രണ്ടവസ്ഥകൾ എന്തായിരുന്നാലും ഉണ്ടാവില്ല എന്ന് മനുഷ്യനെ പ്രത്യേകം ബോധ്യപ്പെടുത്താനാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത് എന്നൊക്കെ പണ്ഡിതന്മാർ അതിന് മറുപടിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടെ വിശദീകരണം നോട്ട്സിൽ കാണാം. നിങ്ങളത് ഉപയോഗപ്പെടുത്തും എന്ന് കരുതുന്നു. അവസാനിപ്പിക്കുന്നു. ഈ രണ്ടായത്തുകളാണ് ഇന്ന് ഈ ചുരുങ്ങിയ സമയത്തിനിടയിൽ നമുക്ക് സംസാരിക്കാൻ സാധിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ മറ്റു കൂടുതൽ അതിന്റെ ഭാഗങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ സൂറത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി നമ്മെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ അല്ലാഹു എല്ലാവിധത്തിലുള്ള ആരോഗ്യവും ആയുസ്സും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഅഫു ലനാ യാ ഗഫൂറുൽ മുദ്നിബീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.